മിഷണറി പ്രവർത്തകനായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് മക്കളെയും തീവ്ര ഹിന്ദുത്വവാദികൾ ചുട്ടുകൊന്നിട്ട് ജനുവരി 23-ന് 27 വർഷം തികയുകയാണ്. 1999 ഒഡീഷയിലെ കിയോഞ്ചാർ ജില്ലയിലെ മനോഹർപൂർ ഗ്രാമത്തിലാണ് ഇന്ത്യയെ നടുക്കിയ ഈ കുറ്റകൃത്യം അരങ്ങേറിയത്. 58-കാരനായ സ്റ്റെയിൻസിനെയും 10ഉം 7ഉം വയസ്സുള്ള ആൺമക്കളെയുമാണ് ചുട്ടരിച്ചത്. അന്ന് അക്രമികളെ നയിച്ച ധാരാസിംഗിനെ ഒരു വീര നായകനെ പോലെയാണ് സംഘപരിവാറുകാർ ആഘോഷിച്ചിരുന്നത്. ധാരാസിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി ആ ശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയും ചെയ്തു. 1965 ഇന്ത്യയിലേക്ക് വന്ന സ്റ്റെയിൻസ് കുഷ്ഠരോഗ നിവാരണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു. ഭർത്താവിൻ്റെ ദൗത്യം ഏറ്റെടുത്ത ഗ്ലാഡിസ് ഏറെക്കാലം ഇന്ത്യയിലുണ്ടായിരുന്നു. 2005 രാജ്യം അവരെ പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. അന്ന് ദാരാസിംഗ് എന്ന രവീന്ദ്ര സിംഗിൻ്റെ നേതൃത്വത്തിൽ കുന്തം, തോക്ക്, പെട്രോൾ എന്നിവയുമായി 50ഓളം പേർ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ വാഹനത്തെ വളഞ്ഞു. കല്ലെറിഞ്ഞ് ആ വാഹനം തകർത്തു. അതിലുണ്ടായിരുന്നവരെ കുന്തം കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് അഗ്നിക്കിരയാക്കി. സ്റ്റെയിൻസിൻ്റെ മക്കളായ 10 വയസ്സുകാരൻ ഫിലിപ്പും 7 വയസ്സുള്ള തിമോത്തിയും അതിലുണ്ടായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻസ് തൻ്റെ പിഞ്ചോമനകളെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആ തീയിൽ അവർ 3 പേരും കത്തിയമർന്ന് കരിക്കഷ്ണങ്ങളായി മാറി. ഗ്രഹാമിനെയും മക്കളെയും കൊലപ്പെടുത്തിയ കേസിലെ സൂത്രധാരകനും പ്രതിയുമായ പ്രതാപ് ചന്ദ്ര സാരംഗി പിന്നീട് BJP മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായി. പ്രതികളിൽ പലരെയും അയാൾ പരോളിൽ പുറത്തിറക്കുകയും ചെയ്തു. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകത്തിൽ ഗ്ലാഡിസിൻ്റെ പ്രതികരണമാണ് യഥാർത്ഥ മാനവികതയുടെ സന്ദേശം. എൻ്റെ ഭർത്താവിൻ്റെ ഘാതകരോട് ഞാൻ പൂർണ്ണമായി ക്ഷമിച്ചു. എനിക്ക് ആരോടും പരിഭവമില്ല. അവർ ദൈവസ്നേഹം അനുഭവിക്കട്ടെ എന്നാണ് ഗ്ലാഡിസ് പറഞ്ഞത്. ഭർത്താവിൻ്റെ മരണശേഷവും ഗ്ലാഡിസ് മയൂർഭഞ്ച് വിട്ടുപോകാതെ ഇന്ത്യയിൽ തന്നെ തുടർന്നിരുന്നു. 2005 അവർക്ക് പത്മശ്രീ ലഭിച്ചു. ആ പണം കൊണ്ട് അവർ പരിപാലിച്ചു വന്നിരുന്ന കുഷ്ഠരോഗാലയം ഒരു ആശുപത്രിയാക്കി മാറ്റി. 2015 സാമൂഹിക നീതിക്കായുള്ള മദർ തെരേസ മെമ്മോറിയൽ അവാർഡും അവർക്ക് ലഭിച്ചു. ശ്രീ OV വിജയൻ ന്യൂഡൽഹിയിൽ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആർക്കും തൊട്ടുകൂടാത്ത നിത്യരോഗികളുടെ മുറിവുകൾ കഴുകി തുടക്കാൻ എൻ്റെ നാട്ടിലേക്ക് വന്ന പ്രിയങ്കരനായ സ്റ്റെയിൻസ്, ദൈവപുത്രൻ്റെ മാപ്പ് താങ്കൾ എനിക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അത് വാങ്ങാൻ ഞാൻ അർഹനാണ്. എൻ്റെ നാടിൻ്റെ പതാക പാതി മരത്തിൽ കെട്ടട്ടെ. ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 മക്കളെയും ചുട്ടുകൊന്ന കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതി മഹേന്ദ്ര ഹെംബ്രാമിനെ 25 വർഷത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലം ജയിൽ മോചനം ലഭിച്ചിരുന്നു. ജയിലിലെ നല്ല പെരുമാറ്റത്തിൻ്റെ പേരിൽ ഒഡീഷയിലെ BJP സർക്കാർ 50കാരനായ ഹെബ്രാമിനെ വിട്ടയക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പുറത്തിറങ്ങിയ ഹെബ്രാമിനെ VSP പ്രവർത്തകർ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത്. സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാഡിസും മകൾ എസ്തറും മറ്റൊരു സ്ഥലത്തായതുകൊണ്ടാണെന്ന് രക്ഷപ്പെട്ടത്. ആ എസ്തർ ഇപ്പോൾ ഒരു ഡോക്ടറായി ജോലി ചെയ്യുകയാണ്. അവർ ആസ്ട്രേലിയയിലാണ്. എങ്കിലും അവർ ഇന്ത്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല. ഇടയ്ക്കിടെ അവർ ഇന്ത്യ സന്ദർശിക്കാറുണ്ട്. ആദിവാസികളെ കൂട്ട മതപരിവർത്തനം നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കേസിൽ 14 പ്രതികൾ ഉണ്ടായിരുന്നെങ്കിലും ധാരാസിംഗും ഹെബ്രാമും മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ധാരാസിംഗ് ഇപ്പോഴും ജയിൽവാസം അനുഷ്ഠിക്കുകയാണ്.